നമസ്കാരം. BPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഒരു ക്ഷീരകർഷകനെ പരിചയപ്പെടാം. ചെറിയ തോതിൽ ഒരു 2-3 പശുക്കളെ വിലയ്ക്ക് വാങ്ങി മറ്റ് കൃഷികൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ പശു വളർത്തലും കൂടി ചെയ്ത് നല്ല ശുചിത്വമുള്ള പാൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ മോൻ ബിനീഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ഒരേ തരക്കാരായ പഴയ കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ബിനീഷിന്റെ അച്ഛൻ ശ്രീ രാഘവൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ നല്ലൊരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കന്നുകാലി കൃഷി ആരംഭിച്ചത്. ചെറിയ തോതിലാണെങ്കിലും വളർത്തുന്നതിന് ഒരു പ്രചോദനമായിട്ടുള്ള ഒരു ഘടകം എന്താണ് ബിനീഷെ? കൃഷിപ്പണിക്കാരന് ആത്യന്തികമായിട്ട് നമ്മൾ കൃഷിപ്പണിയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പശുവിനെ ഞാൻ എന്നും തന്നെ വളർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് കൃഷിയിൽ വന്നിരിക്കുന്ന പരാജയം മെയിൻ ഏലമാണ്. പിന്നെ മറ്റുള്ള കൃഷികളെല്ലാം തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. കാപ്പി കൃഷിയൊന്നും ഇപ്പം ഇല്ല. ഇഞ്ചി പോലെയുള്ള മറ്റുള്ള കൃഷികളൊന്നും തന്നെ ഇപ്പം ഇല്ല. നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് ഏലകൃഷിയായിരുന്നു. നമ്മൾ അനുദിനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക, കേടുവന്ന് പോയിക്കൊണ്ടിരിക്കുക കുരുമുളക്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഊന്നൽ കൊടുത്തിരിക്കുകയാണ് പശുവളത്തിന്. അതുകൊണ്ട് ഇപ്പോൾ 2 പശുവിനെ കൂടെ വാങ്ങി അങ്ങനെയാണ് 3 പശു ആയത്. ശരിക്കും ലാഭകരമാണോ ഈ കൃഷി? ഇപ്പോ ഒരു പശുവിനെ മാത്രം കറവയായിട്ട് നിൽക്കുന്നത് കാരണം നമുക്ക് നഷ്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. എങ്കിലും ഇളം കറവയായിട്ട് വരുന്ന സമയത്ത് നമുക്കത് നേട്ടം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമുക്ക് കൊടുക്കുന്ന പാലിന് 1 ലിറ്റർ പാലിന് എത്ര രൂപ വില കിട്ടുന്നുണ്ട്? ഇപ്പൊ നമുക്ക് പശുവിന് കുറഞ്ഞത് 40 രൂപ വില, 42, 45 വരെ, ചില ദിവസങ്ങളിൽ 45 വരെ എത്താം. അപ്പൊ നല്ല കൊഴുപ്പുള്ള പാലാണ് കൊടുക്കുന്നത്. ജേഴ്സി പശുവിന്റെ പാല് പൊതുവെ മെച്ചമാണ്. കൂടാതെ നിൽക്കുന്ന നമ്മുടെ നടുക്ക് നിൽക്കുന്ന ഈ പശുവിന്റെ പാലിനും ഒരുവിധം വിലയുണ്ടായിരുന്ന പാലായിരുന്നു. ഈ നടുക്ക് നിൽക്കുന്ന പശുവിന് വിലയുള്ള പാൽ. എന്തൊക്കെയാ വിനീഷ് ഈ വെള്ളത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നേ? മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മിക്സ് പൊടിയാണ്. എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്? ചോളം, നെയ്സ്, അങ്ങനെ ഉള്ള പൊടികളാണ് അതിനകത്ത് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കമ്പ്, ചോളം, മക്കച്ചോളം തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്ത് ആണ് ഇവിടെ വരുന്നത്. കൂടാതെ നമ്മൾ പിന്നെ കേസിന്റെ കാലിത്തീറ്റ, കെ സുപ്രീമിന്റെ കാലിത്തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. കെ സുപ്രീമിന്റെ കാലിത്തീറ്റ കൊടുക്കുമ്പോഴാണ് കൂടുതൽ പാല് കിട്ടുന്നതായിട്ട് നമ്മുടെ അനുഭവത്തിൽ ഉള്ളത് മനസ്സിലാകുന്നത്. ഈ മിൽമയുടെ കാലിത്തീറ്റ കൊടുക്കാറില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനേക്കാൾ നല്ലത് കേസിന്റെ കാലിത്തീറ്റയാണ്. എപ്പോഴും കെ സുപ്രീം ആ കാലിത്തീറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് കൂടുതൽ പാലുൽപാദനത്തിന് മെച്ചമായിട്ട്. അതാണ് നമ്മുടെ അനുഭവം. ജേഴ്സി പശു അതിന് മാത്രമേ കറവയുള്ളൂ. രാവിലെ എത്ര ലിറ്റർ കിട്ടും? രാവിലെ ഒരു 9 ലിറ്റർ പാൽ. ഇപ്പം 9 ലിറ്റർ കിട്ടും. ആദ്യം അതിന് ഇളം കറവയ്ക്ക് ഒരു 13 ലിറ്റർ പാല് വരെ കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. ഇപ്പൊ നിലവിൽ എത്ര മാസമായി പ്രസവിച്ചിട്ട്? 3 മാസം. ഈ മറ്റ് 2 പശുക്കൾക്കോ? ഈ പശുവിന് 8 മാസം ചെന പൂർത്തിയായിട്ട് നിൽക്കുന്ന പശു. 8 മാസം ചെന പൂർത്തിയായ പശുവാണ് ഈ നടുക്ക് നിൽക്കുന്ന പശു. മറ്റേ പശുവോ? അത് 7 മാസം ചെന പൂർത്തിയായിട്ടുണ്ട്. ഈ പശുക്കൾക്ക് 3 എണ്ണത്തിന് കൂടി എത്ര രൂപ ഇപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങേയറ്റത്ത് വലതുവശം നിൽക്കുന്ന പശു 57,000 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇടക്കറവയ്ക്ക് വാങ്ങി പശുവാണത്. ഈ നടുക്ക് നിൽക്കുന്ന പശുവോ? നടുക്ക് നിൽക്കുന്ന പശു നമ്മൾ ചെറിയ കിടാവായിരുന്നു. ഇപ്പം എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നും ചെറിയ കിടാവിനെ വാങ്ങി സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയെടുത്തതാണ്. ഈ ജേഴ്സി പശുവോ? ജേഴ്സി പശുവിന് നമ്മള് മേലെ ചെമ്മണ്ണാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. 50 രൂപ കൊടുത്ത് 50,000 രൂപയ്ക്ക് പ്രസവിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ 7 ദിവസമായപ്പോ കൊണ്ടുവന്ന പശുവാണ്. ഈ ജേഴ്സി പശുവിന് എത്രയാണ്? 13 ലിറ്റർ പാല് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? 13 ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. ഈ വലിയ പശുവിനോ? അത് നമ്മൾ ഇടത്തറവയായിട്ട് മേടിച്ചാണ്. അപ്പോ അതിന് യഥാർത്ഥ വിവരങ്ങൾ അറിയില്ല. അല്ല, 8 ലിറ്റർ ആണെന്ന് ഞാൻ മേടിക്കുമ്പോ ആ പശുവിന് 8 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ ഇതിനെ കറക്കുന്നില്ല.
പശുവിന് ഒരു 16 ലിറ്റർ പാല് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ഡോക്ടർ 16 ലിറ്റർ വരെ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മുടെ ഡോക്ടർ ബിജുൽ രാജു സാർ പറഞ്ഞിട്ടുള്ളത്. വെറ്റിനറി സർജനാണോ? അതെ അതെ, വെറ്റിനറി സർജനാണ്. പച്ചപ്പുല്ല് കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കച്ചിയാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഒരു കെട്ട് കച്ചിക്ക് എത്രയാ ബിനീഷ വില? 300 രൂപ. 300 രൂപ. പുല്ല് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം കച്ചി കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? അതിന്റെ രഹസ്യം എന്താണ്? നമുക്ക് കച്ചി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. 2-3 പശുക്കളൊക്കെ ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അർജന്റായിട്ട് നമുക്കൊന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കച്ചി ഉണ്ടെങ്കിൽ നമുക്കത് വളരെ സഹായമാണ്. പിന്നെ പാലിന്റെ കൊഴുപ്പ് വർദ്ധിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫാറ്റ് ഒന്ന് കൂടി കിട്ടും കച്ചി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ അതിന്റെ ദഹന സംബന്ധമായ ചില കാര്യങ്ങൾക്കും കച്ചി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ കച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മുടെ നാടൻ പുല്ലല്ല, CO3 പുല്ലെന്ന് പറയുന്ന പുല്ലാണ്. ജലാംശം നന്നായിട്ട് ഉള്ള കണ്ടം പോലെയുള്ള സ്ഥലത്തെ ഈ പുല്ലുണ്ടാവുകയുള്ളൂ. ഈ പുല്ല് വേനക്ക് സമൃദ്ധിയായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് നനയ്ക്കണം. ബിനീഷ് എന്തായാലും കണ്ടത്തിൽ തന്നെയാണ് ഈ പുല്ല് വച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ബിനീഷ് ഇത് സ്വന്തം സ്ഥലമല്ല, ഇത് പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. ഈ പുല്ല് നമ്മളിങ്ങനെ ചെത്തി കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പാല് കിട്ടും. ഈ പുല്ലും കച്ചിയും കാലിത്തീറ്റയും. ഇതാണ് ഇതിന്റെ തീറ്റക്രമം എന്ന് പറയുന്നത്. വീണ്ടും തൊഴുത്തിലേക്ക് പോകാം. ഇപ്പൊ ഏലകൃഷിയും കുരുമുളക് കൃഷിയും കൂടാതെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ കർഷകനും കന്നുകാലിയെ വളർത്തി ആദായമെടുക്കുന്നത്. കൃഷി ചെയ്യുന്ന കർഷകന് മണ്ണിലേക്ക് വളമിടുന്നതിനു വേണ്ടി, ചാണകമിടുന്നതിനു വേണ്ടി, അടിസ്ഥാന വളമിടുന്നതിനു വേണ്ടി കൂടിയാണ് ഈ പശു വളർത്തൽ ഇവിടെ സമൃദ്ധിയായി നടക്കുന്നത്. പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊഴുത്തിൽ റബ്ബർ മാറ്റ് വിരിച്ചിരിക്കുകയാണ് കിടക്കാനുള്ള സുഖത്തിനു വേണ്ടി. ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് കുളിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കറവയ്ക്ക് മുൻപായി മടി നന്നായിട്ട് കഴുകി തുണിക്ക് തുടച്ചാണ് കറവ ആരംഭിക്കുന്നത്. രാവിലത്തെ കറവ വെളുക്കുന്നതിന് മുൻപാണ്. അതുകൊണ്ട് വൈകുന്നേരത്തെ കറവയാണ് നമ്മൾ കാണിക്കുന്നത്. ക്രാവിനെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി കറന്നെടുക്കും. അതാണ് ഈ പശുവിന്റെ ശീലം. ഓക്കെ,
വൈകുന്നേരത്തെ പാലുകാരി മതി ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് രാജേട്ടോ അടിക്കും നല്ലതല്ലേ